ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കുക. ആവർത്തനം 7:26 വായിക്കുന്നത്, അറുപ്പായുള്ളത് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. പണ്ട് പെന്തിക്കോസ് വിശ്വാസികൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. പണ്ട് റേഡിയോ ഇറങ്ങിയ സമയത്ത് റേഡിയോ പെന്തിക്കോസുകാർ വാങ്ങിക്കില്ലായിരുന്നു. പിന്നെ ടെലിവിഷൻ കൊണ്ടുവരുന്നതും എതിരെയും അതിനുള്ള മുന്നറിയിപ്പും ലേഖനങ്ങളിൽ കൂടി പ്രസംഗങ്ങളിൽ കൂടി നാം കേട്ടിട്ടുണ്ട്. ഇന്നത് മാറിയിട്ട് ഇപ്പം ഐഫോൺ നമ്മുടെ കൈകളിലായിരിക്കുകയാണ്. ഇത് പല പ്രോഗ്രാം അറുപ്പായുള്ളത് കാണുന്നു, കേൾക്കുന്നു. അപ്പം ഇതിൽ കൂടി അനേകം കൊലപാതകങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും കൊള്ളകളും വിവാഹമോചനങ്ങളും ഉളവാകുന്ന സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു സാക്ഷി ഞാൻ വായിച്ചത് അല്പമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ശമൂവേൽ എന്നൊരു ശ്രേഷ്ഠ ദൈവവേദൽ രോഗിയായി തീർന്നു. താൻ രോഗിയായി തുടർന്നതിന് കാരണം അന്വേഷിച്ച് അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ജീവിതത്തെ പരിശോധിക്കുവാൻ ആരംഭിക്കുന്നു. ഒരു ദിവസം അവനൊരു ദർശനം കണ്ടു. ടെലിവിഷൻ്റെ ഏരിയയിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിശാചി ഇരിക്കുന്നു. ഏരിയയിലൂടെ ആ പിശാചി രോഗം ഉൾപ്പെടെ അനേകം പിശാചുക്കൾ വീടിനകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശമൂവേൽ പറഞ്ഞ വ്യക്തി പെട്ടെന്ന് തന്നെ ആ ടെലിവിഷൻ നീക്കിക്കളയുന്നു. അവൻ ഉടനടി പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് പറയുമ്പോൾ ഒരു തമാശയായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നും രോഗത്തിൻ്റെ പിശാച് വിട്ടുമാറാത്തത് ഇങ്ങനെയുള്ളതായ അറയ്ക്കപ്പെട്ടതായ റേഡിയോയോ ടെലിവിഷനോ ഐഫോണോ ഇതൊക്കെ എന്തെങ്കിലും സ്വാധീനം ഇല്ലെന്ന് പറയാതിരിക്കാനൊക്കത്തില്ല. നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ഹൃദയവും ഭവനവും ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറയട്ടെ. ഇന്നത്തെ യുവതലമുറ ഇത് സ്വാതന്ത്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പണമുണ്ട്, അവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ പോകുന്നു, യാത്രാ സൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ അസാൻമാർഗീയതും അതമ്പതിച്ചതും ഒക്കെ ഉള്ളത് ഇന്ന് അതൊരു ധാർമ്മികമായിട്ട് അതമ്പതിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് പോലും ഇന്നത്തെ ധാർമ്മിക നിലയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്നത് പരിതാപകരമായ ഒരു കാര്യമാണ്. പാപം നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കുന്നു. ദുർനടപടികളോടും നാം പരിചയിച്ചു പോയതിനാൽ അവ ദോഷകരങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിവില്ലാതെ പോകുന്നു. ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ ബില്ലി ഗ്രഹാം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ വീട് ശുദ്ധീകരിക്കുക, അറുപ്പായുള്ളത് കൊണ്ട്